കൺട്രോൾ സിസ്റ്റത്തിലെ അടുത്ത ടോപ്പിക്കാണ് സെർവോ മെക്കാനിസം. സെർവോ മെക്കാനിസത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രവും അതിൻ്റെ വർക്കിങ്ങുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഡയഗ്രാമാണ് സെർവോ മെക്കാനിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സെർവോ മോട്ടോർ യൂസ് ചെയ്തിട്ടുള്ള പൊസിഷൻ കൺട്രോൾ സിസ്റ്റം, അതിനെയാണ് സെർവോ മെക്കാനിസം എന്ന് പറയുന്നത്. അത് ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അതായത് നമ്മളൊരു പൊസിഷൻ കൺട്രോളിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. സെർവോ മെക്കാനിസം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു പൊസിഷൻ കൺട്രോളാണ് വരുന്നത്. ഇത് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന് എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾസ് നോക്കുമായിരുന്നു അല്ലേ. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യായിരുന്നു നമ്മൾ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പറഞ്ഞത് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ടെമ്പറേച്ചർ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനെയും ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിലെയും ഒരു ഫർണേസിനകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ക്ലോസ്ഡ് ലൂപ്പായിട്ടും ചെയ്യാം, ഓപ്പൺ ലൂപ്പായിട്ടും ചെയ്യാം, രണ്ട് തരത്തിലും ചെയ്യാം. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അവിടെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ ഒരു പൊസിഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു ഡിവൈസിൻ്റെ ഒരു പൊസിഷൻ, വെലോസിറ്റി ഓർ ആക്സിലറേഷൻ, ഈ മൂന്നെണ്ണവും കൺട്രോൾ ചെയ്യുന്നതിന് സെർവോ മെക്കാനിസം എന്ന് പറയും. അതായത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ d²x/dt. അപ്പോൾ പൊസിഷനും അതിൻ്റെ ഡെറിവേറ്റീവ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, അതാണ് സെർവോ മെക്കാനിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു പൊസിഷൻ കൺട്രോൾ സിസ്റ്റം. എന്താണ് പൊസിഷൻ കൺട്രോൾ സിസ്റ്റം? നമുക്കൊരു ഒബ്ജക്റ്റിന് ഒരു കൃത്യമായൊരു പൊസിഷനിൽ വെക്കണം. അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അഥവാ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് ആ പൊസിഷനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു മൂവിങ് ഏരിയയിലാണ് ഒരു ഒബ്ജക്റ്റ് ഉള്ളത് എന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റ് നമുക്ക് കറക്റ്റായിട്ടൊരു പോയിന്റിൽ തന്നെ ഫിക്സ് ചെയ്ത് എപ്പോഴും വെക്കണം. അഥവാ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് വെക്കണം. ഇതാണ് നമ്മുടെ സെർവോ മെക്കാനിസം ചെയ്യുന്നത്. ഈ കൺട്രോളിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുക, ഒരു സ്ഥലത്ത് തന്നെ അതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇതിനെയാണ് സെർവോ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഡയഗ്രം നമുക്ക് നോക്കാം. സെർവോ മെക്കാനിസം ഇതിനകത്ത് ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. താഴെ കണ്ടിട്ടുള്ളത് ഫീഡ്ബാക്ക് പൊട്ടൻഷ്യോമീറ്റർ, ഇൻപുട്ട് പൊട്ടൻഷ്യോമീറ്റർ. പിന്നെ ഫീഡ്ബാക്ക് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനമാണ് ഫീഡ്ബാക്ക് പൊട്ടൻഷ്യോമീറ്റർ. അതിൻ്റെ ഒരു വേരിയബിൾ ഹെഡും ഉണ്ട്, രണ്ട് ഫിക്സഡ് ഹെഡ് ഒരു വോൾട്ടേജിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻപുട്ട് പൊട്ടൻഷ്യോമീറ്റർ. രണ്ടും ഒരു സപ്ലൈയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇൻപുട്ട് പൊട്ടൻഷ്യോമീറ്റർ, ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് ഫീഡ്ബാക്ക് തരുന്ന പൊട്ടൻഷ്യോമീറ്ററാണ്. അപ്പോൾ അതിനൊരു വേരിയബിൾ ഹെഡും രണ്ട് അതർ ഹെഡ്സ് ഒരു വോൾട്ടേജിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു ആംപ്ലിഫയറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ രണ്ടും തമ്മിലെ ഡിഫറൻസാണ് എറർ സിഗ്നൽ എന്ന് പറയുന്നത്. ആ എറർ സിഗ്നലിനെ നമ്മളൊരു ആംപ്ലിഫയറിലാണ് കണക്ട് ചെയ്യുന്നത്. ആംപ്ലിഫയർ ഒരു കോയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ കോയിൽ നമ്മുടെ ജനറേറ്ററിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോയിലിനെ യൂസ് ചെയ്യുന്നത്. ഇനി ആ ജനറേറ്ററിനോട് അടുത്ത് തന്നെ ഒരു മോട്ടോറുണ്ട്. ആ മോട്ടോറിന് ഒരു സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ആ മോട്ടോർ ഒരു ഗിയറും ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു സെറ്റ് ഓഫ് ഗിയർ എന്ന് പറയാം. ഇത് രണ്ടും ഗിയർ തന്നെയാണ്, നമുക്കിങ്ങനെ കാണുന്നൊന്നുമില്ല. ഗിയർ ആയിട്ട് കണക്റ്റഡ് ആണ് മോട്ടോർ. ആ ഗിയറാണ് നമ്മുടെ ലോഡിനെ കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കുന്നത്. ഇതാണ് ലോഡ് എന്ന് പറയുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ് പൊസിഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ സാധനത്തിൻ്റെ പൊസിഷനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ലോഡ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റർ ആയിരിക്കും അല്ലേ. ഇതൊരു ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൻ്റെ ഇതിൻ്റെ പൊസിഷനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എഗെയിൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഇത് ഗിയർ സിസ്റ്റമാണ്. ഇത് മോട്ടോറാണ്. മോട്ടോറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗിയർ സിസ്റ്റം. അതാണ് ഈ ലോഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി മോട്ടോറിന് അതിൻ്റെ ഫീൽഡ് കൊടുക്കണം അല്ലേ. മോട്ടോറിനൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു കറണ്ടും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജും ഈ മോട്ടോറിന് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡാണേ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ കോയിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്,
ഇത്രയും കാര്യങ്ങളാണ് സെർവോ മെക്കാനിസത്തിനകത്ത് ഉള്ളത്. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് 2 പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്, ഒരു ആംപ്ലിഫയർ, ഒരു ജനറേറ്റർ, ഒരു മോട്ടോർ, അതുമായിട്ട് മോട്ടോറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗിയറും നമുക്ക് നമ്മുടെ എന്താണോ പൊസിഷൻ്റെ എന്തിൻ്റെ പൊസിഷനാണോ കൺട്രോൾ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റും അതിന് നമ്മൾ ലോഡ് എന്ന് പറയും. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെർവോ മെക്കാനിസത്തിൽ ഉള്ളതെന്ന് മനസ്സിലായി അല്ലേ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് പറയുകയാണെങ്കിൽ ആദ്യം ഈ ലോഡ് ഒരു സ്പെസിഫൈഡ് പൊസിഷനിലായിരിക്കും എന്ന് വിചാരിക്കാം. നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ എ എന്ന് പറയുന്ന പൊട്ടൻഷ്യോമീറ്ററിനെയാണ്. എ എന്ന് പറയുന്ന പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ അതിൻ്റെ ആക്ച്വൽ പൊസിഷന് നമുക്ക് എവിടെയാണോ ഡിസൈർഡ് ആയിട്ട് വെക്കേണ്ടത് ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതായത് ഇതിൻ്റെ പിന്നെ ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഈ എൻഡ്, അതായത് വാരിയബിൾ എൻഡ് നമ്മുടെ ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാരിയബിൾ എൻഡ് ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ വാരിയബിൾ എൻഡും മൂവ് ചെയ്യും. ഇവിടെ റൊട്ടേഷണൽ മോഷനാണ്, റൊട്ടേഷണൽ മോഷനാണെങ്കിൽ റൊട്ടേഷണലായിട്ട് മൂവ് ചെയ്യും. ലീനിയർ ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ലോഡ് മൂവ് ചെയ്യുമ്പോൾ എന്താവും, ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാരിയബിൾ ഹെഡും മൂവ് ചെയ്യും. അങ്ങനെ വാരിയബിൾ ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസും മാറും അല്ലേ. ഈ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ഇത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എവിടെയാണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഈ രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്ററിനെ അല്ലെങ്കിൽ ഇൻപുട്ട് പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സ്ഥലത്തിൻ്റെ പൊസിഷനായിരിക്കും, ഇതിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പൊസിഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും, ആ 2 പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസുകളുടെ ഡിഫറൻസ്. പൊട്ടൻഷ്യോമീറ്റർ എയുടെയും പൊട്ടൻഷ്യോമീറ്റർ ബിയുടെയും റെസിസ്റ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ലോഡിൻ്റെ കറണ്ട് പൊസിഷനും ആക്ച്വൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറർ സിഗ്നൽ എന്ന് പറയുന്നത്. എറർ സിഗ്നൽ എന്ന് പറയുന്നത് ആ എറർ സിഗ്നൽ, ഇത് തമ്മിലുള്ള ഈ റെസിസ്റ്റൻസ് ഡിഫറൻസ്, അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എറർ സിഗ്നൽ. ആ എറർ സിഗ്നൽ നമ്മളൊരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അപ്പോൾ എന്താവും, ആംപ്ലിഫയർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യും. ആ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലാണ് നമ്മുടെ ജനറേറ്ററിൻ്റെ ഫീൽഡ് സിഗ്നൽ. അതായത് ജനറേറ്റർ കറങ്ങുന്നത് ഈ സിഗ്നലിനനുസരിച്ചിട്ടായിരിക്കും. ഈ സിഗ്നലിനനുസരിച്ച് ജനറേറ്റർ കറങ്ങുമ്പം എന്താണ് ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുന്ന എറർ സിഗ്നലിനനുസരിച്ചാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ആ ജനറേറ്റർ എന്തിനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എഗെയിൻ ജനറേറ്റർ മോട്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടില്ല, ആ മോട്ടറിനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആ മോട്ടോർ ഒരു ഗിയർ പോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗിയേഴ്സ് കറങ്ങും, ആ ഗിയേഴ്സ് കറങ്ങി ഇതിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന എറർ എത്രയാണോ അതിനെ നൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഗിയേഴ്സ് കറങ്ങിയിട്ട് ഈ ലോഡിനെ ഒരു ഫിക്സഡ് പൊസിഷനിൽ തന്നെ കൊണ്ട് വെക്കും. അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് പറയുന്ന പേരാണ് സെർവോ മെക്കാനിസം. അതായത് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടായിരുന്നു ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി മാനുവലായിട്ട് അതിൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവിടെ വെച്ചാൽ മതി, നമ്മൾ ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് മാത്രം സെറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാത്തിനും പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, ഈ ലോഡിനെ ഒരു ഫിക്സഡ് പൊസിഷനിലേക്ക് എപ്പോഴും കൊണ്ട് നിർത്തിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള പൊസിഷൻ കൺട്രോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ പൊസിഷൻ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി കൺട്രോളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനും സെർവോ മെക്കാനിസം, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു പൊസിഷനും അതിൻ്റെ ഡെറിവേറ്റീവ്സും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർവോ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറേറ്റർ, മോട്ടോർ, ആംപ്ലിഫയർ, പൊട്ടൻഷ്യോമീറ്റർ, ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെർവോ മെക്കാനിസത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്, എളുപ്പമാണ്, എഴുതാൻ പറ്റുന്ന ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു വർക്കിംഗ് ആണ് ഇതിന്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ കൺട്രോൾ സിസ്റ്റമാണെന്ന് പറയാം, ക്ലോസ്ഡ് ലൂപ്പ് പൊസിഷൻ കൺട്രോൾ സിസ്റ്റമാണെന്ന് പറയാം. അത് കഴിഞ്ഞ്
ഈ ഫിഗർ വരയ്ക്കുക. ഫിഗർ 2-3 പ്രാവശ്യം വരച്ച് നോക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് മാറിപ്പോവും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. ഇതൊക്കെ നമുക്ക് വരക്കാൻ അറിയായിരിക്കും. 2 പൊട്ടൻഷ്യോമീറ്ററൊക്കെ നമ്മൾ വരക്കും. അതിൻ്റെ താഴത്തെ എൻ്റെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ എൻ്റെ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കൺഫ്യൂഷനായി ഇപ്പോൾ. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് വരച്ച് നോക്കുക. വരച്ച് നോക്കിയാൽ വളരെ എളുപ്പമാണ്. 2-3 പ്രാവശ്യം വരച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്കിത് ചിത്രം പഠിക്കാം. ചിത്രം വരച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി മാർക്കായി. അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് സെർവോ മെക്കാനിസം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വളരെ എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ കുറേ പ്രോബ്ലംസാണ് ഉണ്ടാവുക. പ്രോബ്ലംസും സിമ്പിളാണ്. എന്നാലും ഇതേപോലെ ഒരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. ഈ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യനാണ് സെർവോ മെക്കാനിസം. നമുക്ക് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുക നോക്കാം അതിനെപ്പറ്റി. ഇറ്റ്സ് എ പൊസിഷൻ കൺട്രോൾ സിസ്റ്റം യൂസിങ് ഇറ്റ് ഈസ് പൊസിഷൻ കൺട്രോൾ യൂസിങ് സെർവോ മെക്കാനിസം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിഗർ പൊസിഷൻ കൺട്രോളിൻ്റെയാണ്. പൊസിഷൻ കൺട്രോൾ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ്. സെർവോ ഓർ സെർവോ മെക്കാനിസംസ് ആർ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഇൻ വിച്ച് ഔട്ട്പുട്ട് ഈസ് എ മെക്കാനിക്കൽ പൊസിഷൻ. ഔട്ട്പുട്ട് ഈസ് മെക്കാനിക്കൽ പൊസിഷൻ. ഇവിടെ സെർവോ ഓർ ആണ്. സെർവോ ഓർ സെർവോ മെക്കാനിസംസ് are feedback control systems in which output is a mechanical position or time derivatives of position. Time derivatives ആണ് നമ്മൾ dx/dt എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈം ഡെറിവേറ്റീവ് ആണ് അല്ലേ. പൊസിഷൻ്റെ ടൈം ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റിയും ആക്സിലറേഷനും. വി വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്, മോട്ടറിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ഇവിടെ വി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സെർവോ മോട്ടോർ പവേർഡ് ബൈ എ ജനറേറ്റർ. ഒരു ജനറേറ്ററിൽ നിന്നും പവർ ചെയ്യുന്ന ഒരു സെർവോ മോട്ടോറാണ് സിസ്റ്റത്തിൽ ഉള്ളത്. ആ സെർവോ മോട്ടോറാണ് ഗിയേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് നോക്കാം. ദ ലോഡ് ഹൂസ് പൊസിഷൻ ഹാസ് ടു ബി കൺട്രോൾഡ് ഈസ് കണക്റ്റഡ് ടു ദി മോട്ടോർ ഷാഫ്റ്റ് ത്രൂ ഗിയർ വീൽസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയായിരിക്കും അല്ലേ. ഗിയർ വീൽസും എങ്ങനെയാണ് കൺട്രോൾ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് നമ്മൾ കാര്യങ്ങൾ കാണുന്നതാണല്ലേ. ഇനി പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ദ മെക്കാനിക്കൽ മോഷൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. മെക്കാനിക്കൽ മോഷന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അതിനകത്ത് പൊട്ടൻഷ്യോമീറ്റർ ഒരു പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻസറായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാരിയബിൾ എൻഡ് നമ്മളൊരു ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വാരിയബിൾ എൻഡ് മൂവ് ചെയ്യും. വാരിയബിൾ എൻഡ് മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. മാറിയ റെസിസ്റ്റൻസിൽ കൂടി ഉണ്ടാകുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോ ഡിഫറെൻ്റ് ആയിരിക്കും. ആ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോ മെഷർ ചെയ്ത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇറ്റ് സെൽഫ് തന്നെ മെഷർ ചെയ്ത് നമുക്ക് ആ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് പൊസിഷൻ സെൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെൻസർ പാർട്ടാണ്. ഈ കൺട്രോൾ സിസ്റ്റത്തിലെ സെൻസർ പാർട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പം പൊസിഷൻ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാരിയബിൾ ഹെഡുമായിട്ടാണ്. ഇവിടെ മറ്റൊരു പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. ആ പൊട്ടൻഷ്യോമീറ്റർ അതിൻ്റെ പൊസിഷൻ നമ്മൾ ഇൻപുട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ആദ്യം അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഇപ്പോൾ എവിടെയാണ് ആ ഒബ്ജക്റ്റിനെ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്തിട്ട് വെക്കും. അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നിടത്ത് നമുക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് പൊട്ടൻഷ്യോമീറ്ററും കമ്പയർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓർ വോൾട്ടേജ് മെഷർ ചെയ്തിട്ട് നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്ത് ജനറേറ്ററിന് കൊടുക്കും. ആ ജനറേറ്റർ ഒരു മോട്ടോറിനെ വർക്ക് ചെയ്യിപ്പിക്കും. ആ വർക്ക് ചെയ്യുന്ന മോട്ടോർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മുടെ എറർ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിന് ആ മോട്ടോറിന് കിട്ടുന്ന സിഗ്നൽ. അങ്ങനെ ആ സിഗ്നൽ ഒരു ഗിയർ ബ്ലോക്ക് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് ഗിയർ ബ്ലോക്ക് സിസ്റ്റം വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. ഓൾറെഡി ഇവിടെ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആംഗുലാർ പൊസിഷൻ. ഇവിടെ ആംഗുലാർ പൊസിഷനാണ് പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യോമീറ്റർ
A desired load position is set on the input potentiometer and actual load position is fed to the feedback potentiometer. The difference between two angular position generates an error signal which is amplified and fed to the generator field circuit. Induced EMF of the generator drives the motor. The rotation of the motor stops when the error signal is 0. When the desired load position is reached. This type of control system is called a servo mechanism. ഇത്രയേ ഉള്ളൂ സെർവോ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇവിടെ ആംഗുലർ പൊസിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ആംഗുലർ പൊസിഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പിക്ചറിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ലീനിയർ മോഷൻ ആണെങ്കിൽ ഇങ്ങനെ, ആംഗുലർ മോഷൻ ആണെങ്കിൽ ഒരു വട്ടത്തിലുള്ള പൊട്ടൻഷ്യോമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മോഷൻ അനുസരിച്ചിട്ട് എന്താവും, ഇതൊരു സർക്കുലർ മൂവ്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക. അതാണ് ആംഗുലർ പൊസിഷൻ. ലീനിയർ പൊസിഷൻ ആണെങ്കിൽ ലീനിയർ പൊസിഷനും നമുക്ക് മെഷർ ചെയ്യാം. ആംഗുലർ പൊസിഷൻ ആണെങ്കിൽ ആംഗുലർ പൊസിഷനും മെഷർ ചെയ്യാം. ഗിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ പൊസിഷൻ കൺട്രോൾ ചെയ്യും ബൈ വർക്കിംഗ് എ മോട്ടോർ. ഒരു മോട്ടോറിനെ വർക്ക് ചെയ്യിപ്പിക്കും അക്കോർഡിംഗ് ടു ദി എറർ സിഗ്നൽ ബൈ ദി ജനറേറ്റർ ഒരു എറർ സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കും. ഇത്ര ഒരു ഫിക്സഡ് ടൈം അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് എറർ സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെർവോ മെക്കാനിസം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ എന്തായാലും നന്നായി ബൈഹാർട്ടല്ല മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എഴുതാനൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഒക്കെ ആ പിക്ചർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. പിക്ചറിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ പ്രോബ്ലംസ് ഇനിയൊക്കെ ഉള്ളത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലംസാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു പോർഷനാണ്. നിങ്ങൾക്ക് എ ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റം അവർ പഠിക്കാൻ പറഞ്ഞിട്ടില്ലാണ് സെർവോ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഒരു നോട്ട് വാങ്ങണം കേട്ടോ. ഇതിന് കൺട്രോൾ സിസ്റ്റത്തിന് നിങ്ങളൊരു നോട്ട് വാങ്ങണം. രണ്ടിനും, മൈക്രോവേവിന് വേറൊരു നോട്ടും കൺട്രോൾ സിസ്റ്റത്തിന് വേറൊരു നോട്ടും വാങ്ങണം. ഓക്കെ, നോട്ട് വാങ്ങിയാൽ മാത്രം പോരാ, ഈ വീഡിയോസിൻ്റെ കണ്ടൻറ്റൊക്കെ അതിനകത്ത് എഴുതിയെടുക്കുകയും വേണം. കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോൾ എക്സാം വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക, അരമണിക്കൂറും 20 മിനിറ്റും ഒക്കെയുള്ള വീഡിയോസ് ഇങ്ങനെ കാണാൻ വീണ്ടും വീണ്ടും കാണുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് നോട്ട് എഴുതി വെച്ചിട്ട് അത് വായിക്കുന്നതെന്ന്. അത് തമ്മിലുള്ള വ്യത്യാസം എന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അതിനുള്ള ടൈം കിട്ടില്ല. അതാണ്, കാണുന്നതൊക്കെ എളുപ്പമായിരിക്കും. കുറച്ച് നേരത്തെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നോട്ടാവുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഒന്ന് കംപ്ലീറ്റ് റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടെ നോക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നോട്ട് വാങ്ങിയിട്ട് ഇതൊന്ന് എഴുതി വെക്കുക, ഈ തിയറി പോർഷൻസൊക്കെ. ഇനി പ്രോബ്ലംസ് ഒരിക്കലും നിങ്ങൾക്ക് വീഡിയോ നോക്കിയിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തിട്ട് തന്നെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നോട്ട് വാങ്ങാൻ പറയുന്നത്. പിന്നെ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ വാങ്ങി വെക്കുക. അത് നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ വേണ്ടി തരും. പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഇനി അത്രേ സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.